ഈ കാണുന്നത് ഞാൻ മീഷോയിൽ നിന്നും 151 രൂപയ്ക്ക് മേടിച്ച മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ലൈറ്റാണ്. അപ്പോൾ ഈ ലൈറ്റിൽ എമർജൻസി ലൈറ്റ്, അതുപോലെ ടോർച്ച്, പവർ ബാങ്ക്, അതുപോലെ സീറ്റ് ബെൽറ്റ് കട്ടർ, ഗ്ലാസ് ബ്രേക്കർ, ഇത്രയും കൂടിയതാണ് ഈ ലൈറ്റ്. അപ്പോൾ 151 രൂപയ്ക്ക് ലൈറ്റ് എന്തായാലും നഷ്ടമൊന്നുമില്ല, അതിനുള്ളതൊക്കെ ഉണ്ട്. അതുപോലെ ഈ ടോർച്ചിൻ്റെ ഫ്രണ്ടിൽ തന്നെ 4 മാഗ്നറ്റ് ബട്ടൺ ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളിലൊക്കെയോ അല്ലെങ്കിൽ മെറ്റൽ പാർട്ടിലൊക്കെ നമുക്ക് ഒട്ടിച്ച് വെക്കാൻ ഈ ഒരു മാഗ്നറ്റ് ഉപകരിക്കും. ഈ ഒരു സൈഡിലായിട്ടാണ് അതിൻ്റെ ഗ്ലാസ് ബ്രേക്കർ വരുന്നത്. നമുക്കത് ആവശ്യമില്ലെങ്കിൽ ഇത് അഴിച്ചു വെക്കാനുള്ള സെറ്റപ്പിലാണ് ഇത്. അതുപോലെ ഈ ലൈറ്റിൻ്റെ ഈ ഒരു പുറമെയുള്ള ഈ ഒരു കവർ ഇത് ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇതിന് വലിയ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് മാത്രം ഈ ലൈറ്റ് വാങ്ങണോ വേണ്ടോ തീരുമാനിക്കും. ഈ ലൈറ്റിൻ്റെ ബാക്കിപ്പ് നോക്കുവാണെങ്കിൽ ഈ ലൈറ്റിൻ്റെ എമർജൻസി ലൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം അരമണിക്കൂറിന് മേളിൽ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ ലൈറ്റിൻ്റെ ഫുള്ള് കൺട്രോൾ ഒറ്റ സ്വിച്ചിലാണ്. ഹൈ, ലോയ്, അതുപോലെ തന്നെ ഫ്ലാഷിങ്ങും ഉണ്ട്. അതുപോലെ എമർജൻസി ലൈറ്റിനും എല്ലാത്തിനും കൂടി ഒരു സ്വിച്ച് മാത്രമാണ് ഇതിന്. അതുപോലെ ഈ ലൈറ്റിൻ്റെ ടോർച്ചിന് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എമർജൻസി ലൈറ്റിന് അത്ര വെളിച്ചമൊന്നുമില്ല. നമ്മളൊക്കെ ഫോണുകളെ 2 ഫോണിലെ ഫ്ലാഷ് ഒരുമിച്ച് തെളിയുമ്പോഴുള്ള വെളിച്ചം അത്രയ്ക്ക് പ്രതീക്ഷിച്ചു. ഞാനിത് മേടിച്ച ഡീറ്റെയിൽസ് കാണിക്കാം. ഞാനിത് 151 രൂപയ്ക്കാണ് ഈ ലൈറ്റ് വാങ്ങിയത്. മീഷോയിൽ നിന്നാണ് വാങ്ങിയത്. ഇങ്ങനെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഓൺലൈനായിട്ട് പൈസയ്ക്ക് അടയ്ക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും ഡിസ്കൗണ്ട് കിട്ടും. ഈ ഒരു കവറിലായിരുന്നു നമുക്ക് ലൈറ്റ് കിട്ടിയത്. പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈറ്റും ഇതിൻ്റെ ഒരു ചാർജർ കേബിളുമാണ് നമുക്ക് ഇതിൻ്റെ ഇവിടെ കിട്ടിയിട്ടുള്ളത്. കേബിളിന് വലിയതായിട്ട് നീളവും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ കാണുന്ന രീതിയിലുള്ള കണ്ടീഷനിലാണ് എനിക്ക് കേബിൾ കിട്ടിയേക്കുന്നത്. എന്തോ പൂപ്പിൽ പിടിച്ച ആ ഒരു രീതിയിലൊക്കെയാണ്. അതുപോലെ ഈ ലൈറ്റിൻ്റെ ചാർജ് കുത്താനുള്ള സോക്കറ്റും അതുപോലെ തന്നെ പവർ ബാങ്കിൻ്റെ സോക്കറ്റും ഈ ഒരു സൈഡിലായിട്ടാണ്. ഇതിൻ്റെ പവർ ബാങ്ക് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ വലിയൊരിതൊന്നും പ്രതീക്ഷിക്കരുത്. അതുപോലെ ചാർജിങ് സോക്കറ്റ്, മൈക്രോ USB സോക്കറ്റ്. അതുപോലെ നമ്മൾ ഈ ലൈറ്റിൽ നിന്ന് അഴിച്ചും കൂടി നോക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലെ ബാറ്ററിയും അതുപോലെ ബോർഡൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ചാർജിങ് സോക്കറ്റിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു വെളുത്ത ഡോട്ട് വലിയ കാണുന്നത് ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്ററൊക്കെയാണ്. ബാറ്ററി ചാർജിങ് ടൈമിൽ റെഡും ഗ്രീനും ബ്ലിങ്ക് ചെയ്യുന്നൊരു സെറ്റപ്പിലും ബാറ്ററി ഫുൾ ചാർജ് ആകുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുന്ന ആ ഒരു സെറ്റപ്പിലാണ് ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്ററിൻ്റേത്. അപ്പോൾ നമ്മളിവിടെ ചാർജർ കണക്ട് ചെയ്ത സമയത്ത് റെഡും ഗ്രീനും ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാറ്ററി ഫുൾ ആകുന്ന സമയത്ത് ഗ്രീൻ തെളിഞ്ഞ് തന്നെ നിൽക്കും. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിൽ ഫോൺ കൂടി ഒന്ന് കണക്ട് ചെയ്തേക്കാം, പവർ ബാങ്ക് പോലെ വർക്ക് ചെയ്യുമോ അറിയാൻ വേണ്ടിയിട്ട്. സംഭവം വർക്കിംഗ് ആണ്, ഫോണിൽ ചാർജിങ് ഒക്കെ കണക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ നമുക്ക് ഫോണൊന്നും ചാർജ് ചെയ്തെടുക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാമെന്ന് മാത്രമേ. അതുപോലെ ഈ ലൈറ്റുള്ള ഈ ഒരു പവർ ബാങ്ക് സെറ്റപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോണിന് ചാർജ് ഒന്നും ഇല്ലാതെ ഓഫായി പോയി നമുക്ക് അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കോളൊക്കെ ചെയ്യണമെങ്കിൽ ആ ഒരു സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു പവർ ബാങ്ക് സെറ്റപ്പായിട്ട് കണ്ടാൽ. അതുപോലെ ഞാൻ നോക്കിയിട്ട് ഈ ഒരു ലൈറ്റ് നമുക്ക് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത് വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് വരുന്നത്. അതുപോലെ ഈ ലൈറ്റിന് ഫുള്ളായിട്ട് വരുന്നത് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇതിനും വലിയൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല, ഒരു മീഡിയം സെറ്റപ്പൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇനി നമുക്ക് ഈ ലൈറ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് നോക്കാം ഇതിൻ്റെ ഉള്ളിലെ ബാറ്ററിയൊക്കെ കാണാനായിട്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് ബ്രേക്കർ നമുക്ക് ആദ്യം ഒന്ന് അഴിച്ച്. അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് സീറ്റ് ബെൽറ്റ് കട്ടർ കൂടിയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ അഴിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഗ്ലാസ് ബ്രേക്കർ അഴിച്ചു മാറ്റാൻ വലിയ പാടൊന്നുമില്ല, കൈകൊണ്ട് പയ്യൊന്ന് കറക്കിയെടുത്താൽ മതി. അതുപോലെ സീറ്റ് ബെൽറ്റ് കട്ടർ അഴിക്കാനായിട്ടാണെങ്കിലും ഈ 2 സ്ക്രൂ അഴിച്ച് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ ഇതും അഴിച്ച് ഒഴിവാക്കി മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് ഈ ലൈറ്റ് ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ ഉള്ളിലെ ബാറ്ററിയും ബോർഡൊക്കെ കാണാനായിട്ട്. അതിനായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ 4 സ്ക്രൂ അഴിക്കാനുണ്ട്. അതുപോലെ കണ്ടാൽ ഈ ഒരു പാർട്സ് ഒക്കെ മെറ്റലാണെന്ന് തോന്നുമെങ്കിലും ഫുള്ള് പ്ലാസ്റ്റിക് തന്നെയാണ്. വലിയൊരു ക്വാളിറ്റിയും ഈ ഒരു പ്ലാസ്റ്റിക്കിനില്ല. അതുപോലെ ഈ 2 സൈഡിലായിട്ടും 2 സ്ക്രൂ ഉണ്ട്. അപ്പോൾ അങ്ങനെ സ്ക്രൂ എല്ലാം അഴിച്ച് മാറ്റി ലൈറ്റ് അങ്ങനെ ഏകദേശം ഫുൾ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട് നമ്മളിവിടെ. അപ്പോൾ ഈ കാണുന്ന സെറ്റപ്പിലാണ് ഈ ലൈറ്റിൻ്റെ ഉൾവശം. അതുപോലെ ഞാൻ ഈ ഒരു ലൈറ്റ് മെയിനായിട്ട് അടിച്ച് നോക്കാനുള്ള കാരണം ഇതിൻ്റെ ഉള്ളിലെ ബാറ്ററി മാറ്റിയിട്ട് നല്ല ലിഥിയം ബാറ്ററി കയറ്റി വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ ലൈറ്റിൻ്റെ കൂടെ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ബാറ്ററി വളരെ ചെറിയ ബാറ്ററിയാണ് നമ്മൾ നോർമലായിട്ട് ഉപയോഗിക്കുന്നതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ടൊക്കെ തന്നെയാവും ഈ ഒരു ലൈറ്റിന് വലിയ കാര്യമായിട്ട് ബാക്കപ്പ് ഒന്നും കിട്ടാത്തത്. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു ബാറ്ററി റിമൂവ് ചെയ്തിട്ട് നല്ല ലിഥിയം ബാറ്ററിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ലൈറ്റ് വാങ്ങുവാണെങ്കിൽ ഇതിനകത്തുള്ള പഴയ ബാറ്ററി മാറ്റിയിട്ട് പുതിയ ലിഥിയം ബാറ്ററി നല്ല ക്വാളിറ്റിയുള്ള മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ബാക്കപ്പെടുന്ന ലൈറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ബോർഡിന് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോർഡൊക്കെയാണ് ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ അടുത്തായിട്ട് ഈ ലൈറ്റിനെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് എൻ്റെ ഈ ടോർച്ചിൻ്റെ ബാക്കിൽ ഒരു LED വലിയ കാര്യമായിട്ടുള്ള ഹീറ്റ് സിങ്കും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ടോർച്ച് നമ്മൾ ഹൈ ബ്രൈറ്റിൽ ഇട്ട് തെളിക്കുന്ന സമയത്ത് വേഗം തന്നെ ഈ ഒരു ലൈറ്റിൻ്റെ ഹീറ്റ് സിങ്ക് വളരെയധികം ചൂടാകുന്നുണ്ട്. ലോ ബീമിൽ ഇട്ട് തെളിക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നമില്ല. അതുപോലെ ഈ കാണുന്നതാണ് ഈ ഒരു ലൈറ്റിൻ്റെ എമർജൻസി ലൈറ്റിൻ്റെ LED SMD. അപ്പോൾ ഇതിന് വലിയതായിട്ട് ഹീറ്റിംഗ് ഒന്നുമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ എനിക്കിവിടെ കിട്ടിയ ലൈറ്റിൻ്റെ ഇതിന് ചെറിയൊരു വളവ് പോലെയൊക്കെയുണ്ട്. ഇനി ഈ ഒരു ലൈറ്റിൻ്റെ ബാറ്ററിയിലേക്ക് നോക്കുവാണെങ്കിൽ ലിഥിയം അയൺ ബാറ്ററി തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്, 3.7 വോൾട്ടിൻ്റെ. അതുപോലെ ഈ ലൈറ്റിനകത്ത് ഉപയോഗിച്ചേക്കുന്നത് വളരെ ചെറിയ ബാറ്ററിയാണ്. നമ്മൾ സാധാരണ നോർമലായിട്ട് ഉപയോഗിക്കുന്ന ബാറ്ററിയുടെ സൈസ് ഈ കാണുന്ന നീല ബാറ്ററിയുടെ എത്ര ഉണ്ടാവും. അതുപോലെ ഈ ലൈറ്റിനകത്തുള്ള ഈ ഒരു ഗ്രീൻ ബാറ്ററി ഏകദേശം ഒരു 400 mAh ഒക്കെ ആയിരിക്കും കാണുള്ളൂ. അപ്പോൾ നമ്മളിന്നിവിടെ ഈ ഒരു ഗ്രീൻ ബാറ്ററി ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്ത് ഈ കാണുന്ന നീല ലിഥിയം അയൺ ബാറ്ററിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നീല ബാറ്ററി നമ്മൾ കിഷോറിൽ നിന്ന് മേടിച്ചതാണ്. അതുപോലെ ഈ ഒരു ബാറ്ററി 2600 mAh ആണ്. ഞാനിത് മേടിച്ചിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 130 രൂപയായിരുന്നു ഈ ഒരു ബാറ്ററിക്ക് ആയത്. അതുപോലെ ഈ ലൈറ്റിനകത്ത് കറക്റ്റ് ഈ ഒരു ബാറ്ററിയുടെ സൈസിനനുസരിച്ചുള്ള സെറ്റപ്പിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ ലൈറ്റ് വാങ്ങുവാണെങ്കിൽ നേരെ ഇതിനകത്തിരിക്കുന്ന ആ ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്തുപോലത്തെ നല്ല ക്വാളിറ്റിയുള്ള ലിഥിയം ബാറ്ററി മേടിച്ച് വെച്ചാൽ മതി.
അതുപോലെ ഈ രണ്ട് ബാറ്ററിയും തമ്മിൽ സൈസിൽ മാറ്റം ഉണ്ടെങ്കിലും രണ്ട് ബാറ്ററിക്കും സെയിം വോൾട്ടാണ്. MAH-ലാണ് മാറ്റം വരുന്നത്. MAH കൂടിയ ബാറ്ററി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കപ്പ് കൂടുതൽ കിട്ടും. ഈ ഒരു ബോർഡിൽ വലിയ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ നോക്കുക. എനിക്കിവിടെ കിട്ടിയ ലൈറ്റിനകത്ത് ബോർഡിൽ B- അടയാളപ്പെടുത്തിയെന്ന് പറയുന്ന റെഡ് വയറാണ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തായിരുന്നു. B+ വൈറ്റ് വയറും. അപ്പോൾ വയറിൻ്റെ നിറം നോക്കി കൊടുത്താൽ പണി കിട്ടിയാനേ. അപ്പോൾ സംഭവം വേറെ ഒന്നുമില്ല, ഈ ലൈറ്റിനകത്തിരിക്കുന്ന ബാറ്ററി അഴിച്ച് മാറ്റിയിട്ട് പുതിയ ഇതുപോലത്തെ നല്ല ക്വാളിറ്റിയുള്ള ലിഥിയം ബാറ്ററി മേടിച്ചിട്ടാണ്. അതുപോലെ നിങ്ങൾ ലിഥിയം ബാറ്ററി കടയിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ ഈ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാറ്ററിയിൽ മാത്രമാണ് വാട്ട് ഹവർ മെൻഷൻ ചെയ്യുള്ളൂ. ഈ ഒരു ബാറ്ററിയിൽ 3.7 വോൾട്ട് 9.62 WH കൊടുത്തു. അതുപോലെ ഞാൻ ഈ ഒരു ബാറ്ററി വാങ്ങിയത് തൊടുപുഴ കിഷോർ ഇലക്ട്രോണിക്സിൽ നിന്നാണ്. 130 രൂപയാണത്. അതുപോലെ നമുക്ക് ഓൺലൈനായിട്ടും ഇതുപോലത്തെ ബാറ്ററി വാങ്ങാൻ കിട്ടും. പിന്നെ എനിക്ക് ഈ ലൈറ്റിൽ പ്രധാനമായിട്ടും മൈനസായിട്ട് തോന്നിയിരിക്കുന്ന ഈ ഒരു കാര്യമാണ്, ഈ ഒരു ലൈറ്റിൻ്റെ ടോർച്ചിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന 3 വാട്ട്സിൻ്റെ LED SMD ആണ്. അപ്പോൾ നമ്മൾ ടോർച്ച് ഹൈ ബീമിലിട്ട് തെളിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഹീറ്റ് ആവും. അപ്പോൾ ആ ഒരു ഹീറ്റിനെ വലിച്ചെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഹീറ്റ് സിങ്ക് ഈ ലൈറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ലോ ബീമിലിട്ട് തെളിക്കുന്ന സമയത്ത് വലിയായിട്ട് ഹീറ്റിംഗ് ഒന്നുമില്ല, കുഴപ്പമില്ല, നോർമലായിട്ടുള്ള ചൂടേ ഉള്ളൂ. ഹൈ ബീമിലിട്ട് തെളിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹീറ്റിംഗ് ഉണ്ട്. അതുപോലെ ഈ ലൈറ്റിന് ഹൈ ബീമിലിട്ട് തെളിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു കാര്യത്തിൽ ഒരിക്കലും നെഗറ്റീവ് പറയാൻ പറ്റില്ല. ലൈറ്റിൻ്റെ വെളിച്ചത്തിൻ്റെ കാര്യത്തിൽ ഈ ലൈറ്റ് ഓക്കെയാണ്. അതുപോലെ ഈ ലൈറ്റിന് ഉപയോഗിക്കുന്ന ടോർച്ചിൻ്റെ LED SMD കംപ്ലൈൻ്റ് ആയാലും നമുക്കിത് മേടിക്കാൻ കിട്ടും. വൈറ്റ് കളറിലും കിട്ടും, വാം കളറിലും കിട്ടും. അതുപോലെ ഈ കാണുന്ന പോലത്തെ ഹീറ്റ് സിങ്കും മേടിക്കാൻ കിട്ടും. എനിക്ക് 5 രൂപയുള്ളൂ, ലൈറ്റിനും 5 രൂപയാണ്. അതുപോലെ ലൈറ്റിൻ്റെ ഇവിടെ ലോക്ക് പോലെ ഉണ്ട്, ആ ലോക്കിലേക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഹീറ്റ് സിങ്ക് ടൈറ്റായിട്ട് ഇരുന്നോളും. ഇത് കംപ്ലൈൻ്റ് ആയാലും നന്നാക്കി എടുക്കാനേ പറ്റും. അപ്പോൾ ഈ ലൈറ്റ് ഞാനിവിടെ വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ പ്ലാസ്റ്റിക്കിന് വലിയൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ നമുക്ക് കടകളിലൊക്കെ ആണെങ്കിലും ലിഥിയം ബാറ്ററി ഉള്ള ഇങ്ങനത്തെ ലൈറ്റുകൾ അധികം മേടിക്കാൻ കിട്ടാറില്ല. അങ്ങനെ കിട്ടിയാൽ തന്നെ അതിന് നല്ല റേറ്റ് ആയിരിക്കും. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഒരിക്കലും നഷ്ടമായിരിക്കില്ല. പിന്നെ നമ്മൾ ഇതുപോലത്തെ ബാറ്ററിയൊക്കെ ചേഞ്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം. നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ലിഥിയം ബാറ്ററിയാണ് ഇട്ടേക്കുന്നത്, 2600 mAh-ൻ്റെ. ഇനി നമുക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ ഫോണൊക്കെ ചാർജ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ ലിഥിയം ബാറ്ററി വരുന്നതുകൊണ്ട് തന്നെ വല്ലപ്പോഴേക്കും ഒന്ന് ചാർജ് ചെയ്ത് ഉപയോഗിച്ചാലും മതി. ലെഡ് ആസിഡ് ബാറ്ററിനെ പോലെ കംപ്ലൈൻ്റ് ആകുന്ന ഒരു പ്രശ്നം ലിഥിയം ബാറ്ററിക്ക് വളരെ കുറവാണ്. ലിഥിയം ബാറ്ററിക്ക് 7 വർഷമാണ് ലൈഫ് പറയുന്നത്, അതിന് മേളിൽ കിട്ടാറുണ്ട്. അതുപോലെ ഈ ലൈറ്റിൻ്റെ പുറമേയുള്ള കവറിനൊന്നും വലിയ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്ക്രൂ ഒക്കെ അഴിച്ചിട്ട് വീണ്ടും പിടിപ്പിക്കുന്ന സമയം എല്ലാം ഒന്നും കറക്റ്റ് ടൈറ്റ് ആവുന്നില്ല. സ്ക്രൂവിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ വേഗം പൊട്ടിപ്പോകുന്ന ഒരു പ്രശ്നം കൂടി ഈ ലൈറ്റിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങുക. ലെഡ് ആസിഡ് ബാറ്ററി വരുന്ന ലൈറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ ലൈറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഓക്കെയാണ്. ബൈ ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം. അതുപോലെ നമ്മുടെ അടുത്ത വീഡിയോയിൽ ചെറിയ ചിലവിൽ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന RC കാർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റാതായത്. അതുപോലെ ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള വീഡിയോസും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസൊന്നും നമ്മൾ ഈ ഒരു ചാനലിൽ ഇടാറില്ല. അത് നമ്മുടെ സെക്കൻഡറി ചാനലായ ടെക് ഓട്ടോമോട്ടീവ് 2.0 ഈ ഒരു ചാനലാണ് വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കയറി നോക്കിയിട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ നമ്മൾ ആ ഒരു ചാനലിൽ ഇലക്ട്രോണിക്സിൻ്റെ ആയാലും ഇലക്ട്രിക്കലിൻ്റെ ആയാലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യമേ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനലിനെയും യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.